സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. ആഹാ, എന്ത് രസാ ഇങ്ങനെ പറക്കാൻ. ഏതോ കിളിയുടെ ശബ്ദമാണല്ലോ അത്. എന്തൊക്കെയാ സുന്ദരി, ഫുൾ ഹാപ്പിയിലാണല്ലോ. പിന്നല്ലാതെ, ജീവിതം ഒന്നേയുള്ളൂ തുമ്പി ലോകത്ത്. ജീവിതം മൊത്തം നമ്മൾ അടിച്ചു പൊളിക്കണം. അത് കലക്കി. പക്ഷേ നീ ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നാളെ മുതൽ പരലോകത്തിരുന്ന് സന്തോഷിക്കേണ്ടി വരും. മനസ്സിലായില്ല. ഒരു വേടൻ നേരത്തെ വടക്കേ വരമ്പത്തിരുന്ന് പരുങ്ങിക്കളിക്കുന്നത് കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാ. വേടനോ? അയ്യോ, ആ വേടൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലല്ലോ. അവൻ എങ്ങോട്ടൊക്കെ വരുമെന്ന് പറയാൻ ഞാൻ അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഒന്നുമല്ല, മനസ്സിലായോ? ജീവൻ വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. എത്ര കാലമായി നല്ല ഒരു കിളിയിറച്ച് ശാപ്പിട്ടിട്ട്. ഓ, ഈ വേടന്മാരെ കൊണ്ട് സമാധാനായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇവന്മാർക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാൽ പോരെ? എന്തോന്നാ നീ സ്വയം സംസാരിക്കുന്നത്? അറിഞ്ഞില്ലേ, ആ എലുമ്പൻ വേടൻ ഇറങ്ങിയിട്ടുണ്ട്. ഓ, അവൻ വീണ്ടും വന്നോ? എന്തൊരു കഷ്ട. മനസമാധാനായി ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല. അതിനിങ്ങനെ പേടിച്ച് സ്ഥലം വിടുകയല്ല വേണ്ടത്, അവനെ തന്ത്രത്തിൽ വകവരുത്തണം, മനസ്സിലായോ? മേലിൽ അവന് പരിസരത്ത് വരാൻ ഭയക്കണം. അതിനെന്താ വഴി? ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം അവന്റെ ആയുധങ്ങളൊക്കെ കൈക്കലാക്കണം. ആയുധമില്ലെങ്കിലേ അവനൊരു വട്ടപൂജ്യമാണ്. അവൻ അറിയാതെ പിന്നിലൂടെ പോയിട്ട് ആയുധങ്ങളൊക്കെ കൊത്തിയെടുക്കണം. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഒരുത്തനെ കാണുന്നില്ലല്ലോ, എല്ലാം ചത്തോ? നല്ല ഒരു യമണ്ടൻ കിളി ഇറങ്ങിയിട്ടുണ്ട്. അമ്പ ഇത് ഉപ്പും മുളകും തേച്ച് പൊരിച്ചടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊള്ളാലോ. കിളി എവിടെ? കൊതിയായോ? പിന്നെ കൊതിയാകാതെ. ആ കിളിയെ പൊരിച്ചടിക്കാൻ എനിക്ക് ധൃതിയായി. എങ്കിൽ അങ്ങനെയൊരു കിളി ഇറങ്ങിയ കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞതാ, തന്നെ ഒന്ന് കൊതിപ്പിക്കാൻ. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എന്റെ കൊമ്പിന്റെ മൂർച്ച നീ അറിയും. ചിരിപ്പിക്കല്ലേ എന്നെ. കേളൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഒപ്പിക്കണമെങ്കിൽ ആദ്യം എന്റെ പേടി മാറ്റണം, അല്ലെങ്കിൽ പണി പാളും. അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഡാ വേടാ, നിന്റെ അമ്പടിച്ച് മാറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ പേര് മാറ്റും. ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കഷ്ടത്തിലാകുമല്ലോ. ഒന്ന് വെളിക്കിരിക്കാൻ വരെ കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഡേയ്, വല്ലതും അകത്തോട്ട് ചെന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. പക്ഷി ഇറച്ചി പോയിട്ട് ഒരു പാറ്റയെ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല.